ഹായ്, എല്ലാവർക്കും നമ്മുടെ ചാനലിലെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ ഒരു അടിപൊളി മാങ്ങാച്ചാറിൻ്റെ റെസിപ്പി ആയിട്ടാണ് വന്നിട്ടുള്ളത്. മാങ്ങാച്ചാർ പല വിധത്തിൽ നമ്മൾ ഉണ്ടാക്കി കഴിച്ചിട്ടുണ്ടെങ്കിലും ഇതുപോലെ ഒന്ന് ഉണ്ടാക്കിയിട്ടുണ്ടാവില്ല. അപ്പോൾ ഇതെല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. അപ്പോൾ അതെങ്ങനെ ഉണ്ടാക്കണം നോക്കിയാലോ? നേരെ വീഡിയോയ്ക്ക് പോകാം. വീഡിയോയ്ക്ക് പോകുന്നതിന് മുമ്പായി ആരെങ്കിലും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നുണ്ടെങ്കിൽ ദയവ് ചെയ്തൊന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ. അപ്പോൾ തുടങ്ങാം. മാങ്ങാച്ചാർ ഉണ്ടാക്കുന്നതിനായി 2 മാങ്ങ ചെറുതായി കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇനി ഒരു മിക്സിയുടെ ജാറിലേക്ക് ഒരു 3/4 ടീസ്പൂൺ കടുക് ചേർത്ത് കൊടുക്കണം. 1/2 ടീസ്പൂൺ ചെറിയ ജീരകം, 1/4 ടീസ്പൂൺ ഉലുവ. ഇനി ഇത് നന്നായി പൊടിച്ചെടുക്കാം. അച്ചാർ ഉണ്ടാക്കുന്നതിനായി ഒരു പാത്രം എടുത്ത് വെച്ചിട്ടുണ്ട്. ചൂടായപ്പോൾ അതിലേക്ക് കുറച്ച് എണ്ണ ഒഴിച്ച് കൊടുക്കാം. ഇപ്പോൾ എണ്ണയൊക്കെ നന്നായി ചൂടായിട്ടുണ്ട്. ഇനി ഒരു 1/4 ടീസ്പൂൺ കടുക് ഇട്ട് കൊടുക്കാം. കുറച്ച് കറിവേപ്പിലൂടെ ഇട്ട് കൊടുക്കാം. ഇനി ഇതിലേക്ക് ഒരു പച്ചമുളക് ചെറുതായി അരിഞ്ഞ് ഇതുകൂടി ചേർത്ത് കൊടുക്കാം. മൂന്നാല് വെളുത്തുള്ളി ചെറുതായി കട്ട് ചെയ്തു. ഇനി ഇതിലേക്ക് നേരത്തെ പൊടിച്ച് വെച്ചത് കൂടി ചേർത്ത് കൊടുക്കും. കാൽ ടീസ്പൂൺ കായം പൊടിച്ചത് അതും കൂടി ചേർത്ത് കൊടുക്കും. തീ ലോ ഫ്ലെയിമിൽ വെച്ച് വേണം ഇതെല്ലാം ചെയ്യാൻ. ഒരു 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി കൂടി ചേർത്ത് കൊടുക്കണം. കാശ്മീരി മുളക് പൊടി 1.5 ടേബിൾ സ്പൂൺ. ഇനി ഇതിൻ്റെ പച്ചമണം പോകുന്നവരെ ഒന്ന് വഴറ്റിയെടുക്കാം. ഇനി ഇതിലേക്ക് കുറച്ച് വിനാഗിരി കൂടി ചേർത്ത് കൊടുക്കും. ആവശ്യത്തിന് ഉപ്പും കൂടി ചേർത്ത് കൊടുക്കാം. ഇനി ഇതിലേക്ക് അരിഞ്ഞു വെച്ച മാങ്ങ കൂടി ചേർത്ത് കൊടുക്കാം. ഇനി 1 മിനിറ്റ് മീഡിയം ഫ്ലെയിമിൽ ഇട്ടിട്ട് ഒന്ന് ചെറുതായി വേവിച്ചെടുക്കാം. മാങ്ങ മുഴുവനായി വെന്ത് പോകരുത്. 1 മിനിറ്റ് ഒരു മീഡിയം ഫ്ലെയിമിലിട്ട് ജസ്റ്റ് ഒന്ന് വേവിച്ചാൽ മതി. ഇപ്പോൾ അത്യാവശ്യമായിട്ടുണ്ട്. ഈ സമയം നമുക്ക് തീ ഓഫ് ചെയ്യാം. മാങ്ങാച്ചാറ് പല വിധത്തിൽ നമ്മൾ കഴിച്ചിട്ടുണ്ടാകും. ഇതുപോലെ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. നല്ല ടേസ്റ്റാണ്. അപ്പോൾ ഈ വീഡിയോ ഇഷ്ടപ്പെടണമെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, ഒന്ന് സബ്സ്ക്രൈബ് കൂടി ചെയ്യണം കേട്ടോ. അപ്പോൾ ഒരു അടിപൊളി അടുത്ത വീഡിയോ ആയിട്ട് വീണ്ടും കാണാം.